ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ 1 വീക്കായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കുവൈറ്റിലെ ഫയർ ആക്സിഡൻറ്റ്. അപ്പോൾ അത് കാരണം നമുക്കൊരു മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതിൽ മരിച്ച എല്ലാ സഹോദരങ്ങൾക്കും ആദരാജ്ഞലികൾ. ആ കുടുംബത്തിന് അത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് പടച്ചവൻ കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. അത് കാരണം ഞാൻ ഈദ് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഈദൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു മരിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. അപ്പം ഈദും കാര്യങ്ങളും ഒന്നും സെലിബ്രേറ്റ് ചെയ്തില്ല. അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈദിന് മുന്നേ ഞങ്ങളിങ്ങനെ ആകെ മൂഡ് ഓഫായിട്ടിരുന്ന ടൈമിൽ നമുക്കിവിടെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് മോളിൽ പോയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോ കണ്ടിട്ട് വരിക. അങ്ങനെ നമ്മൾ ബ്രോൻ്റെ വീട്ടിലോട്ടാണ് ആദ്യം പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കൈറാൻ മാളിലേക്ക് പോകുന്നത്. ഐസുട്ടനെ ആണെങ്കിൽ ഉറക്കം വന്നിരിക്കുകയാണ്. കുഞ്ഞൊരു സ്റ്റിയറിങ് കിട്ടിയപ്പോൾ അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈറാൻ മാളിൽ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഒക്കെ ഒന്ന് കാണാം. ആകെ ഡൗൺ അടിച്ച് മൂഡ് ഓഫായിട്ടിരിക്കുന്ന ടൈമാണ്. പെട്ടെന്ന് ഇങ്ങനൊരു ചിന്ത വന്നേ അങ്ങോട്ട് പോകാം, ബീച്ച് സൈഡാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളിതുവരെയും പോയിട്ടില്ല. പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചൊന്ന് വെയിൽ തന്നിട്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ബ്രോൻ്റെ വീട്ടിലെത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ലേഹാൻ വാവ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ബ്രോൻ്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ്. അവിടെ സീ കാണാൻ പറ്റും. നമ്മൾ മുകളിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം പെട്ടെന്നൊരു പ്ലാൻ, ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാർക്കിങ്ങിൽ തന്നെ ഇട്ടിട്ട് ബ്രോ ചായ വാങ്ങിക്കാനായിട്ട് പോയി. ലേഹാൻ വാവയെ ക്യാമറയെ നോക്കിപ്പിക്കുവാണ്, പക്ഷേ അവൻ നോക്കുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നെസ്റ്റോയിൽ കയറി ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു മോളാണ്. കുറച്ച് റിമോട്ട് ഏരിയയാണ്, ഡെസേർട്ട് ഏരിയയിലാണ് ഈ മോൾ സ്ഥിതി ചെയ്യുന്നത്. പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. അപ്പം നമ്മളങ്ങനെ ലുലുവിലായിട്ട് കയറാമെന്ന് വിചാരിച്ച് ലുലു കയറുവാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റുണ്ട്. അങ്ങനെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോയത് സ്വീറ്റ്സിൻ്റെ സെക്ഷനിലാണ്. ചോക്ലേറ്റ്, ഇപ്പം കാഡ്ബറിയുടെയൊക്കെ മിനിയേച്ചർ ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഞാൻ ആഡിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നേരി കണ്ടു. പിന്നെ കിറ്റ്കാറ്റ്, അങ്ങനെ കുറേ ചോക്ലേറ്റ് സെക്ഷൻ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് പാമ്പേഴ്സ്, ഡയപ്പർ സെക്ഷനിലേക്കാണ്. ഞങ്ങൾ പണ്ട് വരാത്തൊരു ഏരിയയാണ്. ഇപ്പം നമ്മളെപ്പോൾ പോയാലും ഇവിടെ കയറും. ഓഫറുണ്ടോ. പാമ്പേഴ്സിനൊക്കെ നല്ല റേറ്റല്ലേ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഈ ഒരു സ്പ്രേ ആണ് മുയലിൻ്റെ ഷേപ്പിൽ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ കുഞ്ഞ് വാസ്ലീനും കാര്യങ്ങളും. പിന്നെ സെറ്റാഫിലിന് ഓഫറുണ്ടോ എന്ന് നോക്കാൻ പോയതാണ്. പിന്നെ ഈ കോമ്പ് കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. പിന്നെ നമ്മൾ കൺഫെഷനറി സെക്ഷനിലോട്ടാണ് വന്നത്. കേക്കുകളൊക്കെ കാണാൻ എപ്പോഴും നല്ല ഭംഗിയാണ്, ഇഷ്ടവുമാണല്ലോ. അപ്പോൾ ഡോണറ്റിൻ്റെ സെക്ഷനാണ്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ എനിക്കിഷ്ടവുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കണ്ടുവിട്ടു. പിന്നെ നട്ട്സ്, അപ്പോൾ അവിടെ സൺഫ്ലവർ സീഡ്, മറ്റേ നമ്മുടെ പംകിൻ സീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ആപ്രിക്കോട്ട്, ഡ്രൈഡ് ആപ്രിക്കോട്ട്. ഇത് കാണുമ്പോൾ ഒക്കെ ഞാൻ ഉമ്മി ഓർക്കും, എൻ്റെ മദറിലോ. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ സൺഫ്ലവർ സീഡും നമ്മുടെ പംകിൻ സീഡും അങ്ങനെയൊക്കെ. പിന്നെ ഇത് കണ്ടോ, ഡ്രൈഡ് റോസ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ട്രസ്ലെച്ചേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന കേക്കുകൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഈ കണ്ടപ്പോൾ ഒരു കൗതുകം, ഇപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. 1-2 വെറൈറ്റി ടീ കണ്ടു. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ ടേസ്റ്റൊന്നും നമുക്കറിയില്ല. നമ്മൾ നോർമൽ ടീ അല്ലേ ഉപയോഗിക്കത്തുള്ളൂ. ഇത് എന്തെങ്കിലും മെഡിസിനാണോ അതോ ഇനി വേറെ എന്തെങ്കിലും സംഭവങ്ങളാണോ എന്നറിയത്തില്ല. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന്. പിന്നെ ഇത് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. പിന്നെ ഇത് ജിഞ്ചർ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ 1-2 തവണ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രൈഡ് ജിഞ്ചർ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതെല്ലാം കളർഫുൾ ഫ്രൂട്ട്സാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരിഷ്ടവും തോന്നും, കഴിക്കാനും തോന്നും. പിന്നെ ഞാൻ വന്നത് സ്നാക്സിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇപ്പോൾ കുറച്ചൊക്കെ അവിടെ തീർന്നു പോയിട്ടുണ്ട്, ഇപ്പോൾ കുറേ ഉണ്ട്. പിന്നെ എനിക്ക്
ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇതാ ഈ കുബൂസ് കേട്ടോ. 2-3 തരം കുബൂസുണ്ട്, പക്ഷേ എനിക്ക് ഈ കുബൂസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഈ കുബൂസ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് അത് കഴിക്കാൻ. പിന്നെ ഇതാ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഒരു ടൈപ്പ് കേക്കാണ്, കേക്ക് ടോസ്റ്റ്. ഇതും നല്ല ഒരു ക്രിസ്പിയും ഒരു സോഫ്റ്റും ആയിട്ടുള്ളൊരു ഇതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും. പിന്നെ ഇതാ ഇവിടെ വന്ന പൈസ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇപ്പോൾ കുറേ ജ്യൂസും മൊജിറ്റോയും അങ്ങനെ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് വിചാരിച്ചു ബിരിയാണിയാണ്, അടുത്ത് പോയി നോക്കിയപ്പോഴാണ് പിസ്സ. പിന്നെ പേസ്ട്രീസൊക്കെ കണ്ടു, അതൊക്കെ കാണാൻ നല്ല കളർഫുള്ളായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഏത് മോളിൽ പോയാലും ഈ ഒരു സംഭവം കാണും. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഇതൊരെണ്ണം വാങ്ങിച്ചാൽ എന്താണ്. പിന്നെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി. പിന്നെ ഇതാ അവിടെയൊക്കെ നോക്കുമ്പോൾ ഈ മോളിൻ്റെ ഫ്രണ്ട് ഏരിയ ആണിത്. അപ്പോൾ ഇത് കാണാൻ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഹേർട്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ച് അവിടെ കുറേ പേര് നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ നമ്മളും നിന്ന് ഫോട്ടോ എടുത്തു. നമ്മൾ മുകളിലോട്ടൊന്നും കയറിയില്ല. പിന്നെ എന്താ നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ ഒരു ബീച്ച് ഏരിയ ആണ്, ബീച്ച് സൈഡ്. അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ചൂടായതുകൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു. കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ കുറച്ച് നടത്തുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അവർ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കിലായിട്ട് നിന്ന്, അവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോയി 3 ആളും കൂടെ. പിന്നെ ഇതാ ഈ പില്ലർ കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ ക്രിസ്റ്റൽ ടൈപ്പിൽ കുറേ സംഭവങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിൽ കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് വീഡിയോയിൽ അത്രയും കണ്ടിട്ട് തോന്നിയില്ല, എടുത്തപ്പോൾ നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ. കുറേ സ്റ്റോണാണ് അതിനകത്ത് ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇവിടുന്ന് അങ്ങ് വരെയും ഇങ്ങനെ ഓരോ പില്ലറും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ എല്ലാം ഇരിക്കാനൊക്കെയുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്യാം. നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയ കാണാൻ. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയവരൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാനെന്നൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ നല്ല രാത്രിയായി. പിന്നെ ബൊഗൈൻവില്ലയൊക്കെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയിൽ. ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ ബൊഗൈൻവില്ലയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ. ഡേ ടൈം ആയിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. പിന്നെ ലൈഹാൻ വാവ ഇങ്ങനെ സ്ട്രോളറിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് പൂവൊക്കെ പിച്ചി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. നല്ല ഭംഗിയുണ്ട് ബൊഗൈൻവില്ല കാണാനും, അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനും. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂവേ പൂവേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നടക്കും. അങ്ങനെ നമ്മൾ വീണ്ടും മോളിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പം ബാത്ത് ആൻഡ് ബോഡിയിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബോട്ടിൽസ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നല്ല ഭംഗിയല്ലേ. പിന്നെ കോസ്മെറ്റിക് ബാഗൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു, 2KD എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വീണ്ടും കോസ്റ്റ കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് അവരെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും കുറച്ച് ഫുഡൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കോസ്റ്റോ കോഫിയും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൊടുത്തു. അപ്പോൾ കോസ്റ്റോ കോഫിയുടെ കൂടെ നമ്മളൊരു ചീസ് ക്രോസൻറ്റ് വാങ്ങിയായിരുന്നു, അതും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതെല്ലാം കുടിച്ച് കഴിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് കുറച്ച് നേരം നമ്മളവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ഇവരിപ്പോൾ എവിടെ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഓട്ടവും ബഹളവുമാണ്. അതെല്ലാം കണ്ട് ലൈഹാൻ വാവയെ ആസ്വദിച്ചുകൊണ്ട് നിന്നു. പിന്നെ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല, ഭയങ്കര ഓട്ടമാണ്. പിന്നെ നമ്മൾ മോളിനകത്തൂടെ കയറി തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് വന്നു. ഈ മോളിൻ്റെ മുകൾ വശത്തൊക്കെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അവിടെ ഒന്നും കയറിയില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കോസ്റ്റോ കോഫിയുടെ കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കപ്പാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ, ടോയ്സിനെക്കാളും. പിന്നെ കുവൈറ്റിലെ മഷ്റൂം വാട്ടർ ടവേഴ്സാണിത്. അപ്പം കുറേ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ ഇന്നത്തെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.